ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ രേവതിയും സച്ചിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. അവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവുകയും അവസാനം രേവതിയെ ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ആ ഒരു ദേഷ്യത്തിലാണ് സച്ചി ഇപ്പോഴും. എന്നാൽ സച്ചിയുടെയും രേവതിയുടെയും ഈ ഒരു വഴക്കും പിണക്കവും കാരണം രേവതിയെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രേവതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും ഈ ഒരു പിണക്കം മാറുമോ ഇല്ലയോ, അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾക്ക് ശേഷം തനിക്ക് സഹിക്കാൻ പറ്റാതെ രേവതി തന്റെ വീട്ടിലോട്ട് വരികയും ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പോകുന്നു. അപ്പോൾ രേവതിയുടെ അമ്മയും പറയുവാണ്, മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും സച്ചിയുടെ ഈ ഒരു സ്വഭാവം മാറും, സച്ചി തിരിച്ച് നിന്നെ സ്നേഹിക്കും, നിന്നോട് ക്ഷമ ചോദിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് രേവതിയുടെ വീട്ടുകാരെല്ലാവരും. ഈ ഒരു സമയത്ത് സച്ചി ആ ഒരു വാടക കാശും ഡ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലിശക്കാരന്റെ അടുത്ത് വന്നതാണ്. എന്നാൽ അവിടെ വന്ന് പൈസ കൊടുക്കുന്ന സമയത്ത് സച്ചി ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. സച്ചിയോട് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. പൈസ കൊണ്ട് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ മുഴുവൻ പൈസയില്ല, കുറച്ച് പൈസയേ ഉള്ളൂ, ബാക്കി പൈസ ഞാൻ 2 ദിവസത്തിനകത്ത് വെച്ച് തരാം, എനിക്ക് ഓട്ടമില്ല, ഓട്ടം കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ അത് കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറായില്ല. അയാൾ പറഞ്ഞത്, കുറച്ചു മുമ്പ് ഒരു സ്ത്രീ വന്നിരുന്നു, അവരുടെ വീട്ടുകാരോടോ ഭർത്താവിനോടോ ആരോടും ചോദിക്കാതെയാണ് വീടിന്റെ ആ ഒരു പ്രമാണം കൊണ്ട് പണയം വെച്ചത്. എന്നിട്ട് 1 രൂപ പോലും അവർ തിരിച്ചടച്ചില്ല. പലിശയുടെ കാര്യം ചോദിച്ചപ്പോൾ പൈസ ഇല്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ അവസാനം അവരുടെ വളം ഊരി വെക്കേണ്ട അവസ്ഥ വന്നു. അതുപോലെയാണല്ലോ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ അവസാനം സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഓട്ടോ ഒന്നും കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഓട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പൈസ കിട്ടാത്തതെന്നും, അതുകൊണ്ട് കുറച്ച് കാറിന്റെ വാടക കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് സച്ചിയോട് സച്ചി പലിശക്കാരനോട് ചോദിക്കുകയും ഇത് കേട്ടപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാളെ ഈ ഒരു പൈസ വെച്ചാണ് ജീവിക്കുന്നത്, അതിനിടയ്ക്ക് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്പീഡ് തിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പിന്നെ സച്ചിയെ കളിയാക്കുന്ന രീതിയിൽ പട്ടി കുറയ്ക്കുന്നത് പോലെയൊക്കെ കുറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് നിയന്ത്രണം വിട്ടു നിൽക്കുവാണ്. സച്ചിക്ക് ഒട്ടും സഹിക്കാത്ത കാര്യമാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അനാവശ്യ കാര്യങ്ങളൊക്കെ പറയുന്നതും സച്ചിക്ക് ഇഷ്ടപ്പെടാത്തതാണ്. പിന്നെ ആ ഒരു നിവൃത്തികേട് കൊണ്ട് സച്ചി മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ വീട്ടില്, അവളുടെ സ്വർണ്ണവും മാലയൊക്കെ കൊണ്ടുപോവാ, അന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടതാണ് അവളുടെ കഴുത്തിൽ മാലയൊക്കെ കിടക്കുന്നത്, ആ ഒരു മാല എങ്ങാനും ഊരിക്കൊണ്ടുതാ, എനിക്ക് ഏതാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, സ്വർണ്ണമായാലും കുഴപ്പമില്ല. ഇത് പറഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. എത്രയൊക്കെ ആണെങ്കിലും രേവതി തന്റെ ഭാര്യയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ചാടി എണീക്കുകയും എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. പക്ഷേ അവിടെ അയാളെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും സച്ചിക്ക് സാധിക്കത്തില്ല. കാരണം അയാൾ ചോദിച്ചപ്പോൾ പൈസ തന്നു, അതിന്റെ പലിശയാണ് അയാൾ ചോദിച്ചത്. അവസാനം തന്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് 2 ദിവസത്തിനകത്ത് വെച്ച് ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് സച്ചി പുറത്തോട്ട് പോയത്. പക്ഷെ ഒന്നാമത്തെ കാര്യം, ഗജാനന്ദൻ തന്റെ കാറ് നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. സത്യങ്ങൾ അറിഞ്ഞിട്ടും രേവതി പറയാതിരുന്നു. ഇതിന്റെ ഇടയിൽ പലിശക്കാരന്റെ അപമാനവും എല്ലാം കൂടി കൊണ്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ ഇനി എന്തായാലും എനിക്ക് മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറിൽ പോകണം. അങ്ങനെ മഹേഷിനെയും കൂട്ടി സച്ചി നേരെ ബാറിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സന്തോഷത്തോടെ ശ്രുതി വീട്ടിലോട്ട് വരികയും തനിക്ക് ആ ഒരു ജോലി കിട്ടിയ കാര്യങ്ങൾ ശ്രുതിയോടും ചന്ദ്രമതിയോടും പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ രേവതി ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി അറിയാതെ വായിന്ന് വീണുപോയതാണ്. രേവതി ഇവിടെ ഇല്ല, പുറത്തോട്ട് പോയെന്ന് ആ ദേഷ്യവും ചന്ദ്രമതിയുടെ മനസ്സിലുണ്ട്. എന്തായാലും ശ്രുതിക്ക് ജോലി കിട്ടി, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ജോലിയുടെ കാര്യങ്ങൾ ശ്രുതി പറയുന്നുണ്ട്, തന്റെ നോളജിനും തന്റെ പഠിപ്പിനും പറ്റിയ ജോലിയല്ല എന്നും, അവിടെയുള്ള ആ ഒരു MD അയാൾ അധികം പഠിച്ചിട്ട് പോലും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, എനിക്ക് വലിയൊരു കമ്പനി ഒക്കെ ഇട്ട് വലിയൊരു ബിസിനസ് ഒക്കെ നടത്തി ജീവിക്കാനാണ് ആഗ്രഹം, പിന്നെ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ വലിയൊരു പൊങ്ങച്ചൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പൊങ്ങച്ചൻ പറഞ്ഞ് താൻ വലിയ ആളാണ്, തനിക്ക് മേലിൽ ആരും ഇല്ല എന്നുള്ള രീതിയിലുള്ള പൊങ്ങച്ചങ്ങളാണ് ശ്രുതിയുടെ വായിൽ നിന്ന് വീഴുന്നത്. എന്തായാലും ഒരു ജോലി കിട്ടിയല്ലോ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് ശ്രുതിക്കും ചന്ദ്രമതിക്കും.
ഈ ഒരു സമയത്ത് രേവതി അവിടെ വരികയും എന്നിട്ട് രേവതി അകത്തോട്ട് ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോകുന്നത് കണ്ടിട്ട് രേവതിയെ വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ സുധി ജോലിയും കഴിഞ്ഞിട്ട് വന്നതാണ്, നീ എവിടെ പോയതാണ്, അപ്പോൾ തൻ്റെ വീട്ടിലോട്ട് പോയതാണെന്നുള്ള രീതിയിൽ അവിടെ ചന്ദ്രമതിയോട് രേവതി പറയുകയും എന്നാൽ നീ കറങ്ങാൻ പോയതാണെന്നുള്ള രീതിയിൽ രേവതിയോട് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം സുധി ജോലിയും കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയോട് പറയുകയാണ്. പക്ഷേ സുധിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാത്ത രേവതി ആർക്കാണ് ജ്യൂസ് എന്ന് എടുത്ത് ചോദിക്കുകയും സുധിക്കാണെന്ന് പറയുമ്പോൾ ശ്രുതി അടുക്കളയിൽ മാതളങ്ങിയിരിക്കുന്നുണ്ട്, പഞ്ചസാര അവിടെയുണ്ട്, മിക്സിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, നീ തന്നെ നിന്റെ ഭർത്താവിന് ജ്യൂസ് ഇട്ട് കൊടുത്തോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോയി. പക്ഷെ അവിടെ ചന്ദ്രമതിക്ക് ഇതിന് ഇഷ്ടപ്പെടാത്ത തൻ്റെ മൂത്ത മരുമകൾ വലിയ കോടീശ്വരിയാണ്. എന്നാൽ രണ്ടാമത്തെ മരുമകളായ രേവതി കോടീശ്വരല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ശ്രുതി ഇത് ഭയങ്കര പണക്കാരിയല്ല എന്ന് ചന്ദ്രമതിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ശ്രുതിയെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് രേവതിയെ കുറ്റം പറയുകയും എന്നിട്ട് നീ തന്നെ ജ്യൂസ് ഇട്ട് കൊടുക്കും, എന്നാൽ താൻ ജ്യൂസ് ഇടത്തില്ല, ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല, അവളുടെ ഭർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ അവൾ തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കയർത്ത് സംസാരിക്കുകയാണ്. എന്നാൽ സച്ചി ഇത്രയും നാൾ നിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നിന്നു, ഇപ്പൊ താഴെ ഇട്ടിട്ട് പോലും നിനക്ക് അതിന്റെ അഹങ്കാരം കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയാക്കുവാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് സങ്കടത്തോടെയാണ് രേവതി മുറിയിലോട്ട് പോകുന്നത്. സുധിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതിന് ജ്യൂസ് ഉണ്ടാക്കാനും പോയി. എന്നാൽ ചന്ദ്രമതി പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി. രേവതി തന്നെ പറയുവാണ്, ഇത്രയും നാള് എന്ത് പറഞ്ഞാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചി ഉണ്ടായിരുന്നു, പക്ഷേ ഇനി ആ സച്ചി പോലും ഇല്ലല്ലോ, ഇനി എല്ലാവരും കണക്കിന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് രേവതി. പൊട്ടി രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി തൻ്റെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ബാറിൽ വന്ന് ആ ഒരു കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും രേവതിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട്. അവൾ കള്ളം പറഞ്ഞതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗജാനന്ദൻ്റെ ആളുകൾ വരികയും എന്നിട്ട് സച്ചിയെ ഓരോന്ന് പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ അവസാനം സഹിക്കാൻ പറ്റാത്ത സച്ചി ആ ഗുണ്ടകളെ എടുത്തിട്ട് അടിക്കുകയും പിന്നെ അവസാനം മഹേഷ് സച്ചി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതെല്ലാത്തിനും കാരണം രേവതി എന്നാണ് സച്ചി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സച്ചി ശ്രമിക്കുന്നത്. തൻ്റെ വീട്ടിലോട്ട് താൻ പോകുന്നില്ല എന്നും ഇനി എനിക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടെ ആരുമില്ല എന്നുള്ള രീതിയിലാണ് സച്ചി സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അവസരം കിട്ടുമ്പോഴെല്ലാം ചന്ദ്രമതി രേവതിയെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സച്ചി തൻ്റെ കൂടെ ഇല്ല, രേവതി എന്ത് പറഞ്ഞാലും സച്ചി ഇടപെടത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സച്ചിയുടെയും രേവതിയുടെയും പിണക്കങ്ങൾ മാറി അവർ തമ്മിൽ ഒന്നിക്കുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.